ആത്മഹത്യ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചാൽ മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോകണമെന്ന് ചെക്കനെ. നല്ല ചുമയുണ്ട്, അതുകൊണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും കാണാത്ത. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ചികിത്സ കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ പേടിയാണ്. പോയിട്ട് വരുമ്പോൾ പിന്നെ സൗണ്ട് കാണുമോ, കണ്ണ് കാണുമോ, ഈ പറയുന്ന കണക്ക് കിഡ്നി കാണുമോ എന്നൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. കേട്ടില്ലേ? ഒരു ടൈൽസ് പണിക്ക് പോകുന്ന ഒരു മനുഷ്യൻ, സനൂപ് എന്ന പേര്. അദ്ദേഹം ഇരുന്നുള്ള ജോലിയായതുകൊണ്ട് കാൽമുട്ട് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ പോയി. അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന മനുഷ്യൻ്റെ 2 കണ്ണും കാണാനേ ഇല്ല. അതായത് ഇരുട്ടിലായ മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആത്മഹത്യ കൊള്ളാമെന്നുണ്ട്. ഞാൻ അടിച്ചു പൊളിച്ചാൽ മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോകണമെന്ന് ചെക്കനെ. ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുലേറ്റ് എടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ഐസിയുവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. ഇവന്റെ ഇങ്ങനെ തുറക്കണാണെന്ന് എനിക്കറിയണ്ടായില്ലേ. ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോൾ ഞാൻ കാലും കൈ നോക്കിയിട്ട് അടിച്ച് ആകിയതായി. അപ്പോൾ പറഞ്ഞു നിൽക്കുന്നത് കഴിയാറായി ഇതും കുടിഞ്ഞത്. കണ്ണിന് കുഴപ്പമൊന്നുമില്ലേ. കണ്ണിന് ഞാൻ പുലർച്ചെയും പണി കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂരുന്നു എറണാകുളത്തും പിറവത്തും നോക്കി ഞാൻ പണി കഴിഞ്ഞ് വരുന്നത് രാത്രി വണ്ടി ഓടിച്ചിട്ട്. ഒരു കൂട്ടവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ കൈ പിടിച്ചിരുന്ന വട്ടപൂജ, അത് അവൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവന് ഞാൻ ചതിച്ച പോലെ അവനറിയാണ്ട് ഞാൻ ചെയ്തല്ലോ. കോവിഡ് കാലത്ത് ഭാര്യ മരിക്കപ്പെടുന്നു. 1-ാം ക്ലാസ്സുകാരൻ്റെയും ആ അച്ഛൻ്റെ അമ്മയുടെയും ഏക അത്താണിയാണ് ഈ മകൻ സനൂപ്. ടൈൽസ് പണിക്ക് പോയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കാൽമുട്ട് വേദന, അത് കുത്തിയിരുന്ന് ടൈൽസിൻ്റെ പണി ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കാൽമുട്ട് വേദന മാത്രം കാണിക്കാൻ പോയ മനുഷ്യന് വന്ന സ്ഥിതിയാണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ ഓരോരുത്തരും പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്ത് ഓരോരുത്തർക്കും സംഭവിക്കാൻ പോകുന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഈ അടുത്തിടെ കുറേ സംഭവങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടും ചികിത്സാ പിഴവ് മൂലം പറ്റിയ കുറേ സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. രക്ഷിച്ച് നൽകേണ്ടവർ തന്നെ ഇങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? അതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ അന്ന് നിന്നിരുന്ന ഡോക്ടർ അടക്കമുള്ളവരെ പുറത്തു കൊണ്ടുവരണം. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി നമ്മൾ തെളിയിക്കുക തന്നെ ചെയ്യണം, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്. ഇല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തിൽ ഇത് നടക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കേണ്ടി വരും. ഇന്ന് ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് സംഭവിച്ചതെങ്കിൽ നാളെ നമുക്കും എല്ലാം സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. നഷ്ടപരിഹാരം കൊടുപ്പിക്കുക തന്നെ വേണം. ആരെയും വെറുതെ വിടരുത്. കാര്യം നാളെ നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കാം. അപ്പോൾ നമ്മളൊക്കെ വെറുതെ നോക്കുകുത്തികളെ കണക്ക് നിൽക്കേണ്ടി വരും.